ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC ERT സിലബസ് പ്രകാരമുള്ള 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് കോശവിഭജനം, വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. കോശവിഭജനം, വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കോശവിഭജനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനുമാണ് കോശവിഭജനം. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും കോശവിഭജനം ഏതെല്ലാം രീതിയിലാണ് സഹായകരമാകുന്നത്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് സസ്യകോശവും ജന്തുകോശവും കോശവിഭജനത്തിന് വിധേയമാകുമ്പോൾ അവിടെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം സാമ്യതകളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചാപ്റ്ററിൽ ഒരു ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ ഒരു ബോർഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. വിഭജനം വളർച്ചയ്ക്ക്. എന്താണ് വിഭജനം വളർച്ചയ്ക്ക്? എന്തിൻ്റെ വിഭജനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? കോശത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചാണ്. കോശവിഭജനം വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ ക്രോമോസോം നമ്പർ എത്രയാണ്? 46 ആണ്. മനുഷ്യൻ്റെ ക്രോമോസോം നമ്പർ 46 ആണ്. ദാറ്റ് മീൻസ് 23 പെയർ ആണ് 46 നമ്പറും. അപ്പം കോശവിഭജനം നടക്കുമ്പോൾ ഒരു കോശത്തിൽ നിന്നും കോശവിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോശങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? പുത്രികാ കോശങ്ങൾ എന്നാണ്. എന്താണ് പറയുന്നത്? പുത്രികാ കോശങ്ങൾ. മാതൃകോശം വിഭജിച്ച് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ്? ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു മാതൃകോശം വിഭജിച്ച് എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്? 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ ക്രോമോസോം നമ്പർ എത്രയാണ്? 46 ആണ്. അപ്പം മാതൃകോശത്തിലെ ക്രോമോസോമിൻ്റെ നമ്പർ എത്രയാണ്? 46 ആണ്. മാതൃകോശത്തിലെ ക്രോമോസോം നമ്പർ 46 ആണ്. ഇവിടെ പുത്രികാ കോശങ്ങളിലും ക്രോമോസോം നമ്പർ തന്നിരിക്കുന്ന ഓരോന്നിലും 46 വീതമാണ് അല്ലേ? പുത്രികാ കോശങ്ങളിലെ ഓരോ കോശങ്ങളിലും 46 വീതമാണ് ക്രോമോസോം നമ്പർ കാണപ്പെടുന്നത്. അത് എന്തുകൊണ്ടാവാം? സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗിച്ചു പോകുമ്പോൾ 46 എന്നുള്ള രീതിയിൽ വരുമോ? അവിടെ ഒരു സംശയം വന്നില്ലേ നിങ്ങൾക്ക്? അതെ. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, കോശം വിഭജിച്ച് 2 ആയാൽ ഓരോന്നിലും ക്രോമോസോമിൻ്റെ സംഖ്യ 46ൻ്റെ പകുതിയാവേണ്ടതല്ലേ എന്ന ഒരു ചോദ്യം ഒരു കുട്ടി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കണ്ടെത്താൻ പോകുന്നത്. എന്തിൻ്റെ ഉത്തരമാണ്? മാതൃകോശത്തിൻ്റെ ക്രോമോസോം നമ്പർ 46 ആണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന 2 പുത്രികാ കോശങ്ങളുടെയും അതിലോരോന്നിലും ക്രോമോസോം നമ്പർ 46 വീതമാണ്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചക്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? കോശചക്രം എന്നാണ് അതിൻ്റെ പേര്, കോശചക്രം. അപ്പം കോശചക്രം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോശചക്രത്തിന് 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്. കോശചക്രത്തിന് 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. അതേതെല്ലാമാണ്? ഒന്ന് ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം. ആദ്യത്തേതേതാണ്? ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം. അതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം. രണ്ടാമത്തേത് വിഭജന ഘട്ടം. രണ്ടാമത്തേതാണ് വിഭജന ഘട്ടം. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കോശചക്രം കടന്നു പോകുന്നത്. അത് ഏതെല്ലാമാണ്? ഒന്ന് ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം, 2 വിഭജന ഘട്ടം. ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോശാംഗങ്ങൾ ഏതെല്ലാമെന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു കോശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഏതെല്ലാമാണ് കോശാംഗങ്ങൾ? മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം,
റൈബോസോം, ഫേനം, ഗോൾഗി കോംപ്ലക്സ്. ഏതെല്ലാമാണ്? കോശാംഗങ്ങൾ മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഫേനം, ഗോൾഗി കോംപ്ലക്സ്. അപ്പോൾ ഈ കോശാംഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്? കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പോയിന്റ് അങ്ങ് പഠിച്ചു പോകുക. ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നടക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ്? കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അടുത്ത കാര്യം എന്താണ്? കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം ആണ് അല്ലേ? അപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ജീവദ്രവ്യത്തില് മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. അങ്ങനെയാണെങ്കിൽ ഈ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോട്ടോപ്ലാസമാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസമാണ്. കോശസ്തരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിന്റെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും മുഴുവനായിട്ട് പറയുന്നതാണ് ജീവദ്രവ്യമെന്ന്. കോശദ്രവ്യം എന്ന് പറഞ്ഞാലോ മർമ്മം ഒഴികെയുള്ള ജീവദ്രവ്യത്തിന്റെ ഭാഗങ്ങളെയാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിന് എന്ത് സംഭവിക്കുന്നു? അതിന്റെ അളവ് കൂടുന്നു. കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. അടുത്ത എന്താണ്? അപ്പൊ ഇത്രയൊക്കെ അവിടെ നടന്നു കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും ആ ഒരു സെല്ലിന്റെ വലിപ്പം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ? സെല്ലിന്റെ വലിപ്പം എങ്ങനെയാണ്? കൂടണോ കുറയണോ? സെല്ലിന്റെ വലിപ്പം കൂടിയേ പറ്റൂ, എന്നാലേ ഇത്രയും മെറ്റീരിയൽസ് അതിന്റെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? സെല്ലിന്റെ അല്ലെങ്കിൽ കോശത്തിന്റെ വലിപ്പം കൂടുന്നു. സ്വാഭാവികമായിട്ട് മനസ്സിലായല്ലോ, കോശത്തിന്റെ വലിപ്പം കൂടുന്നു. എന്തുകൊണ്ടാണ്? കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. അപ്പൊ സ്വാഭാവികമായും കോശത്തിന്റെ വലിപ്പം കൂടുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനിതക വസ്തുവിന് നമ്മൾ മർമ്മത്തിലേക്ക് വന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മർമ്മത്തിലുള്ള ജനിതക വസ്തുവിന് എന്ത് സംഭവിക്കണം? മർമ്മത്തിനുള്ളിലെ ജനിതക വസ്തു ഇരട്ടിക്കുന്നു. മർമ്മത്തിനുള്ളിലെ ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ഇരട്ടിക്കുന്നത്? കോശവിഭജനത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ജനിതക വസ്തു ഇരട്ടിക്കുന്നത് അല്ലേ? ഇതിപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞ് തീർന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക. കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ വലിപ്പം കൂടുന്നു, ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം ഏതാണെന്നാണ് പറഞ്ഞത്? വിഭജന ഘട്ടം അല്ലേ? രണ്ടാമത്തെ ഘട്ടമാണ് വിഭജന ഘട്ടം, കോശ വിഭജന ഘട്ടം. ഒന്നാമത്തെ ഘട്ടം ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം, രണ്ടാമത്തെ ഘട്ടം വിഭജന ഘട്ടം. രണ്ടാമത്തെ വിഭജന ഘട്ടത്തിൽ വെച്ച് നടക്കുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂക്ലിയസിന്റെ വിഭജനവും രണ്ട്, കോശദ്രവ്യ വിഭജനവും. വിഭജന ഘട്ടത്തിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂക്ലിയസിന്റെ വിഭജനം, രണ്ട്, കോശദ്രവ്യത്തിന്റെ വിഭജനം. ഇതിലെ ആദ്യത്തേത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. അതിനുശേഷമാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നത്. അപ്പോൾ വിഭജന ഘട്ടം രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ന്യൂക്ലിയസിന്റെ വിഭജനം, രണ്ട്, കോശദ്രവ്യത്തിന്റെ വിഭജനം. ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്, അതിനുശേഷം കോശദ്രവ്യത്തിന്റെ വിഭജനം, അതിനുശേഷം പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. മാതൃകോശത്തിൽ നിന്നും പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ചക്രം എന്ന് പറയുന്നത് ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം, അതിനുശേഷം വിഭജന ഘട്ടം, വീണ്ടും ഇന്റർഫേസ് തയ്യാറെടുപ്പ് ഘട്ടം, വീണ്ടും വിഭജന ഘട്ടം. ഇങ്ങനെയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കോശം
ഇന്റർഫേസ് ഘട്ടത്തിലൂടെ കടന്നുപോയി, വിഭജന ഘട്ടത്തിലെ ന്യൂക്ലിയസിൻ്റെ വിഭജനവും അതുപോലെ കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തിനും ശേഷം പുത്രികാ കോശങ്ങൾ ഉണ്ടാകുകയും ആ ഓരോ പുത്രികാ കോശവും വീണ്ടും മച്ചുറായതിനു ശേഷം വീണ്ടും ഈ ഇന്റർഫേസിലൂടെ കടന്നുപോയി വീണ്ടും വിഭജന ഘട്ടത്തിലൂടെ വരുന്നു. അപ്പോൾ അവ വീണ്ടും ഈ ന്യൂക്ലിയസിൻ്റെയും വിഭജനത്തിനും അതുപോലെ കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തിനും വിധേയമാകുകയും വീണ്ടും പുത്രികാ കോശങ്ങൾ അതിൽ നിന്നും രൂപപ്പെടുകയും അവ വീണ്ടും ഇന്റർഫേസിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ വീണ്ടും വിഭജന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു. അവയ്ക്ക് വീണ്ടും പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ രണ്ട് ഘട്ടങ്ങൾ ആവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ കോശചക്രം എന്നാണ് അറിയപ്പെടുന്നത്. കോശചക്രം. എന്താണ് കോശചക്രം? ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസിലാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജന ഘട്ടത്തിലൂടെ പുത്രികാ കോശങ്ങളായി മാറുന്നു. എന്താണ്? ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായിട്ട് മാറുന്നത് ഏത് ഫേസിലാണ്? ഇന്റർഫേസിലാണ്, അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിലാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജന ഘട്ടത്തിലൂടെ പുത്രികാ കോശങ്ങളായി മാറുന്നു. ഇന്റർഫേസ്, വിഭജന ഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി കോശചക്രം എന്ന് പറയുന്നു. അപ്പൊ കോശചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർഫേസും വിഭജന ഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്ന ഇവ രണ്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കോശചക്രം എന്ന് പറയുന്നത്. കോശവിഭജനവും കോശ വളർച്ചയുമാണ് ശാരീരിക വളർച്ച സാധ്യമാക്കുന്നത്. ശാരീരിക വളർച്ച സാധ്യമാക്കുന്നത് എന്താണ്? കോശവിഭജനവും കോശ വളർച്ചയുമാണ്. കോശവിഭജനവും കോശ വളർച്ചയുമാണ് ശാരീരിക വളർച്ച സാധ്യമാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ സൂചകങ്ങളൊക്കെ നൽകിയിരിക്കുന്ന കാണാമല്ലോ. കോശവിഭജനത്തിൻ്റെ മുഖ്യഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ഇന്റർഫേസിൽ നടക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കോശചക്രവും കോശ വളർച്ചയും എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോശവിഭജനവും കോശ വളർച്ചയും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലായല്ലോ. കോശവിഭജനം രണ്ട് തരത്തിലാണുള്ളത്: ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ്, ഊനഭംഗം എന്ന് പറഞ്ഞാൽ മിയോസിസ്. അപ്പം കോശവിഭജനം രണ്ട് രീതിയിലുണ്ട്. കോശവിഭജനം എത്ര രീതിയിലുണ്ട്? രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ക്രമഭംഗം, ഊനഭംഗം. പഠിച്ചു വെക്കുക ഇപ്പം തന്നെ. ക്രമഭംഗം മൈറ്റോസിസ് ആണ്. ഊനഭംഗം മിയോസിസ് ആണ്. ഇത് രണ്ടും എന്താണ്? കോശവിഭജനമാണ്. കോശവിഭജനത്തിന്റെ രണ്ട് രീതികളിൽ ഒന്നാണ് ക്രമഭംഗം മൈറ്റോസിസ്, രണ്ട് ഊനഭംഗം മിയോസിസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്താണ് എന്ന് നോക്കാം. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. എന്താണ് ക്രമഭംഗം? ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് എന്ത്? ക്രമഭംഗം. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ഏത്? ക്രമഭംഗം. ഇപ്പോൾ തന്നെ ഇമാജിൻ ചെയ്യണം. ഒരു മാതൃകോശം വിഭജിച്ച് എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു? രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ക്രമഭംഗം. ക്രമഭംഗം ആദ്യം നടക്കുന്നത് എവിടെയായിരിക്കും? ന്യൂക്ലിയസിന്റെ വിഭജനമാണ് ആദ്യം നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കോശവിഭജനം നടക്കുമ്പോൾ കോശവിഭജനത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഒന്ന് ന്യൂക്ലിയസിന്റെ വിഭജനവും രണ്ട് കോശദ്രവ്യത്തിന്റെ വിഭജനവുമാണ്. അപ്പോൾ ആദ്യം നടക്കുന്ന ഏതാണെന്നാണ് പറഞ്ഞത്? ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. അപ്പോൾ ക്രമഭംഗം മൈറ്റോസിസ് നടക്കുമ്പോഴും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ക്രമഭംഗം. ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയ ഏതാണ്? ക്രമഭംഗം.
ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ഏത് തരത്തിലുള്ള വിഭജനമാണ്? ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത്. ഈ ഘട്ടം കാരിയോകെനൻസിസ് എന്നറിയപ്പെടുന്നു. എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനെയാണ്? ന്യൂക്ലിയസിനെ വിഭജിക്കുന്ന ആ ഒരു ഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് കാരിയോകെനൻസിസ്. ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടത്തിന് പറയുന്ന പേരാണ് കാരിയോകെനൻസിസ്. നിങ്ങൾ പ്രൊകാരിയോട്സ് എന്നും യുക്കാരിയോട്സ് എന്നും കേട്ടിട്ടുണ്ടാവും. ട്രൂ ന്യൂക്ലിയസ് ഉള്ളവയാണ് യുക്കാരിയോട്സ്. ട്രൂ ന്യൂക്ലിയസ് അതായത് ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയ ഇതാണ് ട്രൂ ന്യൂക്ലിയസ് ഉള്ളവ എന്ന് പറയുന്നത്. അപ്പം ട്രൂ ന്യൂക്ലിയസ് ഉള്ളതാണ് യുക്കാരിയോട്സ്. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ളവയാണ് പ്രൊകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പം കാരിയോകെനൻസിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മൈൻഡിൽ വയ്ക്കാം. നമുക്ക് നമ്മുടെ മർമ്മവുമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ഈ പേര് നന്നായിട്ട് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. അപ്പം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിന് ഈ ഒരു ഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് കാരിയോകെനൻസിസ് എന്ന്. അപ്പം ഈ ഒരു ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? കാരിയോകെനൻസിസ്. കാരിയോകെനൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതി ഏതാണ്? ക്രമഭംഗം. ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയ ഏതാണ്? ക്രമഭംഗം. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ഏത് വിഭജനമാണ്? എന്തിൻ്റെ വിഭജനമാണ്? ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിന് പറയുന്ന പേരെന്താണ്? കാരിയോകെനൻസിസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രൊകാരിയോട്സിനെയും യുക്കാരിയോട്സിനെയും ഓർത്താൽ മതി. അതിൽ യുക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ ട്രൂ ന്യൂക്ലിയസ് ഉള്ളതാണെന്നും കാരിയോട്സ് കാരിയോകെനൻസിസ് എന്നിങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് കാരിയോകെനൻസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. അടിസ്ഥാനപരമായിട്ടും 4 ഘട്ടങ്ങളിലൂടെയാണ് കാരിയോകെനൻസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കടന്നു പോകുന്നത്. 1 പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 ആനാഫേസ്, 4 ടീലോഫേസ്. പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. വൺസ് അഗൈൻ, പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഇനി ഇത് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നന്നായിട്ട് മനസ്സിരുത്തി നോക്കി നിങ്ങളുടെ മെമ്മറിയിലേക്ക് വിഷ്വലൈസ് ചെയ്ത് പതിപ്പിച്ചങ്ങ് വെക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ന്യൂക്ലിയസിൻ്റെ വിഭജനം 4 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. നമുക്കിനി ചിത്രങ്ങൾ ഓരോന്നും നോക്കാം. ആദ്യത്തെ ഫേസ് ഏതാണ്? പ്രോഫേസ് ആണ് അല്ലേ? ആദ്യത്തെ ഫേസ് ഏതാണ്? പ്രോഫേസ് ആണ്. ഇവിടുത്തെ ന്യൂക്ലിയസിൻ്റെ അതായത് ഇവിടുത്തെ മർമ്മത്തിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യത്യാസങ്ങളും ആ സൈറ്റോപ്ലാസ്മിക് റീജിയനിലുള്ള ഓരോ കോശാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ ബേസിസ് നമുക്ക് നോക്കാം. ഇവിടെ പ്രോഫേസിൻ്റെ ആരംഭത്തിൽ ഒരു കോശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ജാലിക പോലെ ഒരു സ്ട്രക്ചറുണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ ജാലിക. എന്താണ് ക്രൊമാറ്റിൻ ജാലിക? ജനിതക വസ്തുവാണ് ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ ഈ ക്രൊമാറ്റിൻ ജാലിക പ്രോഫേസ് ഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോഴേക്കും അതിന് എന്താണ് സംഭവിക്കുന്നത് നന്നായിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. അപ്പോൾ നാര് പോലെ വളഞ്ഞു ചുറ്റി കിടക്കുന്ന ക്രൊമാറ്റിൻ ജാലികയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ആ ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് ഇരട്ടിക്കുകയാണ് ചെയ്തത് അല്ലേ? ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് ഇരട്ടിച്ചു. ക്രൊമാറ്റിൻ ജാലികയ്ക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് പതിപ്പിക്കുക. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് ഇരട്ടിച്ചു. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് ഇരട്ടിച്ചു. ക്രോമസോമിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ അല്ലേ? 4 ആംസ് ഉണ്ട് ക്രോമസോമിന്. അതിൻ്റെ നടുക്കത്തെ ആ ഒരു റീജിയന് പറയുന്ന പേരെന്താണ്? സെൻട്രോമിയർ എന്നാണ് അല്ലേ? സെൻട്രോമിയർ എന്നാണ് ആ നടുക്കത്തെ റീജിയന് പറയുന്ന പേര്.
ഇനി ക്രോമാറ്റിൻ ജാലിക ഇരട്ടിച്ചാണ് ക്രോമോസോം ഉണ്ടാകുന്നത്. ആ ക്രോമോസോമിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന് ക്രോമാറ്റിഡ്സ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന 4 ആംസ് ഉണ്ട്. അത് ജോയിൻ ചെയ്തിരിക്കുന്നത് സെൻട്രോമിയർ റീജിയനിലാണ്. സെൻട്രോമിയർ എന്ന് പറയുന്ന ആ ഒരു റീജിയനിലാണ് ഈ ആംസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സെൻട്രോമിയർ റീജിയനിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സ്ട്രക്ചർ നമുക്ക് സൈറ്റോപ്ലാസത്തിൽ ഇവിടെ കാണാൻ സാധിക്കും, ഒരു ഗ്രീൻ കളറിൽ. അതെന്താണ്? സെൻട്രിയോളാണ് അല്ലേ? സെൻട്രിയോളാണ്. ഈ സെൻട്രിയോളിന് എന്താണ് സംഭവിക്കുന്നത്? സെൻട്രിയോൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഏത് ഫേസിൽ വെച്ചിട്ടാണ്? പ്രോ ഫേസിൽ. അപ്പം പ്രോ ഫേസിൽ വെച്ചാണ് സെൻട്രിയോൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക, ക്രോമോസോം ഇരട്ടിക്കുന്നു. അതുപോലെ തന്നെ പ്രോ ഫേസിൽ വെച്ചിട്ട് തന്നെയാണ് സെൻട്രിയോളുകൾ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രിയോൾ വിഭജിക്കപ്പെടുന്നത്. സെൻട്രിയോൾ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് 2 പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പ്രോ ഫേസിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും സെൻട്രിയോളുകൾ വിഭജനത്തിന് വിധേയമാകുകയും കോശത്തിൻ്റെ 2 ധ്രുവങ്ങളിലേക്ക് അത് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇവയുടെ ഈ സെൻട്രിയോളുകളിൽ നിന്നുമാണ് കീലതന്തുക്കൾ ഫോം ചെയ്തിരിക്കുന്നത്. കീലതന്തുക്കൾ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകളാണ്. സെൻട്രിയോളുകളിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്ന കീലതന്തുക്കൾ. അതിൻ്റെ ധർമ്മം എന്താണ് നമുക്ക് അടുത്ത സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പറയാം. അപ്പം പ്രോ ഫേസിൽ നടക്കുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ്? പ്രോ ഫേസിൻ്റെ ആരംഭത്തിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ക്രോമാറ്റിൻ ജാലിക പ്രോ ഫേസിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോഴേക്കും ക്രോമോസോം ഇരട്ടിച്ച് അവസ്ഥയിലേക്ക് മാറുന്നു. ക്രോമാറ്റിൻ ജാലിക എന്തായിട്ട് മാറുന്നു? ക്രോമോസോം ഇരട്ടിച്ച അവസ്ഥയിലേക്ക് മാറുന്നു. ക്രോമാറ്റിൻ ജാലിക ക്രോമോസോമായിട്ട് മാറുന്നു. ക്രോമോസോമിൻ്റെ സ്ട്രക്ചർ കണ്ടല്ലോ, 4 ആംസ് ഉണ്ട്. നടുക്ക് സെൻട്രോമിയർ റീജിയനും ഉണ്ട്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ കാണപ്പെടുന്ന സെൻട്രിയോള് വിഭജിച്ച് 2 ധ്രുവങ്ങളിലേക്കും മൂവ് ചെയ്യുന്നു. അവയിൽ നിന്നുള്ളത് എന്താണ്? കീലതന്തുക്കളാണ്. കീലതന്തുക്കൾ ഫോം ചെയ്യുന്നു അല്ലേ? ഇനി അടുത്ത എന്താണ്? മെറ്റാഫേസ് സ്റ്റേജിൽ ഈ ഒരു പിക്ചർ നന്നായിട്ട് മനസ്സിലേക്ക് നിങ്ങൾ പതിപ്പിക്കുക. ഇവിടെ ക്രോമോസോമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ക്രോമോസോം ഈ ഒരു കോശത്തിൽ എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? ക്രോമോസോം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മിഡിൽ റീജിയനിലായിട്ടാണ് ക്രോമോസോം കാണപ്പെടുന്നത് അല്ലേ? ഈ ക്രോമോസോം വെറുതെ ഇങ്ങനെ മിഡിൽ റീജിയനിൽ വന്ന് നിൽക്കുകയാണോ നോക്കിയേ. അപ്പം സെൻട്രോമിയർ റീജിയനിലേക്ക് കീലതന്തുക്കൾ, സെൻട്രിയോൾസിൽ നിന്നുള്ള കീലതന്തുക്കൾ സെൻട്രോമിയർ റീജിയനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രോമോസോമിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കാൻ. ക്രോമോസോമിൻ്റെ സെൻട്രോമിയർ റീജിയനിലേക്ക് കീലതന്തുക്കൾ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു മിഡിൽ റീജിയനിലേക്ക് ക്രോമോസോമുകളെ പിടിച്ചു നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫേസിന് പറയുന്ന പേരെന്താണ്? മെറ്റാഫേസ്. ഇവിടെ സെൻട്രിയോൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രിയോൾസ് ധ്രുവങ്ങളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ കോശത്തിൻ്റെ ധ്രുവങ്ങളിലാണ് സെൻട്രിയോൾസ് കാണപ്പെടുന്നത്. അവിടെ നിന്ന് ഫോം ചെയ്യുന്ന കീലതന്തുക്കൾ ക്രോമോസോമിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലുള്ള സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ക്രോമോസോമിൻ്റെ സെൻട്രോമിയറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കീലതന്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ക്രോമോസോമിനെ ഈ ഒരു കോശത്തിൻ്റെ മിഡിൽ പോർഷനിലേക്ക് അറേഞ്ച് ചെയ്ത് നിർത്താനും സഹായിക്കുന്നു. അപ്പം ഈ ഒരു മെറ്റാഫേസ് സ്റ്റേജിലെ ക്രോമോസോം എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു മിഡിൽ പോർഷനിൽ കാണുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? കീലതന്തുക്കൾ അവിടെ സെൻട്രോമിയർ റീജിയനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്രോമോസോമിനെ ഈ മിഡിൽ പോർഷനിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഘട്ടത്തിൻ്റെ പേരെന്താണ്? ആനാഫേസ് എന്നാണ് അല്ലേ? അടുത്ത ഘട്ടത്തിൻ്റെ പേരെന്താണ്? ആനാഫേസ് എന്നാണ്. ഇവിടുത്തെ സ്ട്രക്ചർ നോക്കിയേ. നമ്മുടെ ആനയൊക്കെ വന്ന് തടി വലിച്ചോണ്ട് പോകുന്നത് പോലെ കീലതന്തുക്കൾ. ആരാണ് വലിച്ചുകൊണ്ട് പോകുന്നത്? കീലതന്തുക്കളെ. എന്തിനെ വലിച്ചുകൊണ്ട് പോകുന്നു? നടുക്കുള്ള ക്രോമോസോം ഇപ്പോൾ ഈ കോശത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. ക്രോമോസോം ധ്രുവങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ?
ക്രോമസോം ധ്രുവങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നടുക്ക് നിന്ന ക്രോമസോമിനെ, നടുക്ക് കീലതന്തുക്കളാണ് നടുക്ക് ഈ ക്രോമസോമിനെ പിടിച്ചു നിർത്തിയത്. പക്ഷെ അവിടുന്ന് ഈ കീലതന്തുക്കൾ ക്രോമസോമിനെ വലിച്ച് പോൾസിലേക്ക് 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആന ഫേസിൽ ആന തടി പിടിച്ച് വലിക്കുന്നു എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഫേസിൻ്റെ പേരും കിട്ടും, ആന ഫേസ് എന്നുള്ളത്. ഞാൻ വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ക്ലൂ ആണത്. ഓക്കെ, അപ്പം ആന ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? മിഡിൽ റീജിയനിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ക്രോമസോമുകളെ കീലതന്തുക്കൾ ധ്രുവങ്ങളിലേക്ക് വലിച്ച് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ക്രോമസോം അവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇനി എന്താണ് സംഭവിക്കുന്നത്? പുത്രികാ ക്രോമസോമുകൾ അവിടെ രൂപം കൊണ്ടു. അപ്പം ആ കോശത്തിൻ്റെ 2 ധ്രുവങ്ങളിലായിട്ട് എന്തുണ്ടായി? പുത്രികാ ക്രോമസോമുകൾ ഉണ്ടായി. പുത്രികാ ക്രോമസോമുകൾ ഉണ്ടായി. അപ്പോൾ പുത്രികാ ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആനാഫേസ്. പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്ന ഘട്ടം ഏതാണ്? ആനാഫേസ്. പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്ന ഘട്ടം ആനാഫേസ്. അങ്ങനെയാണെങ്കിൽ ക്രോമസോം ഇക്വറ്റോറിയൽ റീജിയനിൽ ആ മിഡിൽ പോർഷനിലേക്ക് അറേഞ്ച് ചെയ്യപ്പെടുന്ന ആ ഒരു ഘട്ടത്തിന് പറയുന്ന പേരെന്തായിരിക്കും? മെറ്റാഫേസ്. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്ന ആ ഒരു ഫേസ് ഏതാണ്? പ്രോഫേസ്. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്നു. നാര് പോലെ ഇരിക്കുന്ന ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് കുറച്ചും കൂടെ തിക്കനായിട്ടുള്ള സ്ട്രക്ചറിലേക്ക് മാറുന്നു. മെറ്റാഫേസിൽ ക്രോമസോം എല്ലാം ഈ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വന്ന് അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ആനാഫേസിൽ വരുമ്പോഴേക്കും അത് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. ക്രോമസോം ഡിവൈഡ് ചെയ്ത് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ പുത്രിക ക്രോമസോം ഉണ്ടാകുന്നു. ഇനി ലാസ്റ്റ് ഫേസ് ആണ് ടീലോഫേസ്. ഏതാണ് ടീലോഫേസ്? ഇതുവരെ പറഞ്ഞ ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ലാസ്റ്റ് പറയാൻ പോകുന്ന ടീലോഫേസ്. ഓക്കെ, അപ്പൊ ടീലോഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ടീലോഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ടീലോഫേസിൽ കോശത്തിന്റെ ധ്രുവങ്ങളിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് മാറി നിൽക്കുന്ന പുത്രികാ ക്രോമസോമുകൾക്ക് ചുറ്റുമായിട്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അപ്പം ഈ കോശത്തിൻ്റെ 2 ധ്രുവങ്ങളിലേക്കും ഈക്വലായിട്ട് വിഭജിക്കപ്പെട്ട ആ പുത്രികാ ക്രോമസോമിന് ചുറ്റുമായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുന്നതോടുകൂടി ഈ ഒരു കാരിയോകിനെൻസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. പക്ഷെ നമ്മുടെ കോശവിഭജനം ഇവിടെ കംപ്ലീറ്റ് ആയോ? ഇല്ല, അല്ലേ? കോശവിഭജനം ഇവിടെ കംപ്ലീറ്റ് ആയില്ല. കാരണം കോശവിഭജനം കംപ്ലീറ്റ് ആകണമെങ്കിൽ 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഏതൊക്കെയാണ്? കാരിയോകിനെൻസിസും സൈറ്റോകിനെൻസിസും എന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. കാരിയോകിനെൻസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഡിവിഷനും അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ വിഭജനവും, സൈറ്റോകിനെൻസിസ് എന്ന് പറയുന്നത് കോശദ്രവ്യത്തിന്റെ വിഭജനവുമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയത് ന്യൂക്ലിയസിന്റെ വിഭജനം മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കാരിയോകിനെൻസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആണ്. അടുത്ത പ്രോസസ്സ് എന്താണ് ഇനി നടക്കാനുള്ളത്? അത് സൈറ്റോകിനെൻസിസ് ആണ്. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കഴിഞ്ഞു. ഇനി സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിന്റെ വിഭജനമാണ് ഇനി അടുത്തതായിട്ട് നടക്കേണ്ടത്. ഇനി കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്? ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസ്മിക് റീജിയനിൽ ഉണ്ടാകുന്ന വിഭജനത്തിന് പറയുന്ന പേരാണ് സൈറ്റോകിനെൻസിസ്. എന്താണ്? സൈറ്റോകിനെൻസിസ്. ഇനി നമുക്ക് സൈറ്റോകിനെൻസിസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഒരു കാര്യം കൂടെ അത് പറയാൻ വിട്ടുപോയതാണ്. സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശങ്ങൾ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത്. അപ്പം സസ്യകോശങ്ങളിൽ എന്ത് ഇല്ല എന്നാണ് പറഞ്ഞത്? സെൻട്രോസോം സസ്യകോശങ്ങളിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. സെൻട്രോസോം സസ്യകോശങ്ങളിൽ ഇല്ലാത്തതിനാൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ സസ്യങ്ങളിൽ രൂപപ്പെടുന്നത്. ഇപ്പം ജന്തുക്കളിലാണ് അപ്പം എന്തുള്ളത്? സെൻട്രിയോളുകൾ
ഉള്ളത്. സെൻട്രോസോം ജന്തുക്കളിൽ കാണപ്പെടുന്നു. അപ്പം സെൻട്രിയോൾസിൽ നിന്നും കീലതന്തുക്കൾ രൂപപ്പെടുന്നുണ്ട്. അതേസമയം സസ്യകോശങ്ങളിൽ സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശങ്ങളിൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത്. ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ മാതൃകോശത്തിൽ 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇവയിൽ ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? ക്രോമസോമിന്റെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? 46 എന്നത് മാറ്റമുണ്ടാകുന്നുണ്ടോ? പുത്രികാ ക്രോമസോമുകളായി മാറിയപ്പോൾ 23 എന്ന രീതിയിലേക്ക് ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു കോശത്തിന്റെ ഉള്ളിൽ 23 എന്ന രീതിയിലാണ്. അതായത് 23 ജോഡിയാണ്, 46 എണ്ണവും അല്ലേ. അപ്പോൾ അതിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇവയിൽ ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഏതിലാണ്? കാരിയോകിനെൻസിസ് നടക്കുമ്പോൾ. നിലവിലെ കോശം 2 കോശങ്ങളായി മാറിയോ? ഇല്ല. കാരിയോകിനെൻസിസ് നടക്കുമ്പോൾ 2 കോശങ്ങളായിട്ട് മാറിയില്ല. അതിന് സൈറ്റോകിനെൻസിസിലേക്കും കൂടെ സൈറ്റോകിനെൻസിസും കൂടെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ 2 കോശങ്ങളായിട്ട് മാറുകയുള്ളൂ. എങ്ങനെയാണ് ഈ കോശം 2 പുത്രികാ കോശങ്ങളാകുന്നത്? അതിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോൾ മാത്രമേ കോശവിഭജനം പൂർത്തിയാകുന്നുള്ളൂ. അപ്പം കോശവിഭജനം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ് കടക്കുന്നത്. ഏതെല്ലാമാണ്? കാരിയോകിനെൻസിസും സൈറ്റോകിനെൻസിസും. ഇതുവരെ നമ്മൾ പഠിച്ചത് കാരിയോകിനെൻസിസ് ആണ്. ഇനി കോശദ്രവ്യം കൂടെ വിഭജിക്കുമ്പോൾ അല്ലെങ്കിൽ സൈറ്റോകിനെൻസിസും കൂടെ നടക്കുമ്പോൾ മാത്രമേ കോശവിഭജനം പൂർത്തിയാകുന്നുള്ളൂ. ഇങ്ങനെ കോശവിഭജനം നടക്കുന്ന അല്ലെങ്കിൽ കോശദ്രവ്യ വിഭജനത്തെയാണ് സൈറ്റോകിനെൻസിസ് എന്ന് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടങ്ങൾ ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ഏറെക്കുറെ സമാനമാണ്. എന്നാൽ ജന്തുകോശങ്ങളിലെയും സസ്യകോശങ്ങളുടെയും കോശദ്രവ്യ വിഭജനം സമാനമാണോ? അല്ല. കോശദ്രവ്യ വിഭജനം സമാനമാണോ എന്നുള്ള ചോദ്യത്തിന് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. എന്നാൽ ഈ കാരിയോകിനെൻസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഏറെക്കുറെ സമാനമാണ്. എന്നാൽ സൈറ്റോകിനെൻസിസ് സമാനമാണോ എന്നുള്ള കാര്യത്തിലുള്ള ഉത്തരം നിങ്ങൾക്കിത് പഠിച്ചു കഴിയുമ്പോഴേക്കും മനസ്സിലാകും. ആദ്യം നമുക്ക് ജന്തുകോശത്തിൽ എങ്ങനെയാണ് സൈറ്റോകിനെൻസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ കാരിയോകിനെൻസിസ് കംപ്ലീറ്റ് ആയ ആ ഒരു കോശമാണ് കാണിച്ചിരിക്കുന്നത്. ടീലോഫേസ് സ്റ്റേജിലുള്ള കോശമാണ് കാണിച്ചിരിക്കുന്നത്. 2 ധ്രുവങ്ങളിലായിട്ട് സെൻട്രിയോൾസ് ഉണ്ട്. 2 ധ്രുവങ്ങളിലായിട്ട് ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. 46 ആണ് ക്രോമോസോം നമ്പർ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സൈറ്റോകിനെൻസിസിൽ പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തിലേക്കായിട്ട് ഉൾവലിയുകയാണ് ചെയ്യുന്നത്. പതുക്കെ പ്ലാസ്മ സ്തരം കോശത്തിന്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് ആ ഭാഗം വിഭജിച്ച് 2ആയിട്ട് മാറുന്നു. അങ്ങനെ 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓരോ പുത്രികാ കോശങ്ങളിലും 23 ജോഡി ക്രോമസോമുകളാണ് ഓരോ കോശത്തിലും കാണപ്പെടുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 46 എണ്ണം ക്രോമസോമുകൾ. 23 ജോഡി എന്ന് പറഞ്ഞാൽ 46 എണ്ണം. 23 ജോഡി ക്രോമസോം, 46 എണ്ണം ക്രോമസോമാണ്. ആ 46 എണ്ണം ക്രോമസോമാണ് ഓരോ കോശങ്ങളിലും, ഓരോ പുത്രികാ കോശങ്ങളിലും കാണപ്പെടുന്നത്. 46 എണ്ണം ക്രോമസോം അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോം. 23 ജോഡി ക്രോമസോം ആണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? ആദ്യം ക്രോമോസോമിന്റെ നമ്പർ ഇരട്ടിച്ച ശേഷമാണ് പിന്നെ അത് വിഭജനത്തിലൂടെ പകുതിയായി. അങ്ങനെ പകുതിയായ ശേഷം കോശദ്രവ്യത്തിന്റെ വിഭജനത്തോടു കൂടി അല്ലെങ്കിൽ സൈറ്റോകിനെൻസിസോട് കൂടി ഓരോ കോശങ്ങളിലും 23 ജോഡി അല്ലെങ്കിൽ 46 എണ്ണം ക്രോമോസോമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇനി നമ്മൾക്ക് സൈറ്റോകിനെൻസിസ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടുത്തെ ആ ഒരു പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ സ്തരസഞ്ചികളാണ് ഫോം ചെയ്തിരിക്കുന്നത്. സ്തരസഞ്ചികൾ. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കണ്ട ആ സെല്ലിന്റെ അല്ലെങ്കിൽ കോശത്തിന്റെ നടുഭാഗത്തായിട്ട് കാണപ്പെടുന്ന എന്താണ്? സ്തരസഞ്ചികൾ. എന്താണ്? സ്തരസഞ്ചികൾ. ഈ സ്തരസഞ്ചികൾ ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക.
സ്തരസഞ്ചികൾ കൂടിച്ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു. എന്താണ് രൂപപ്പെടുന്നത്? കോശഫലകം. സ്തരസഞ്ചികൾ കൂടിച്ചേർന്നാണ് കോശഫലകം രൂപപ്പെടുന്നത്. സ്തരസഞ്ചികൾ കൂടിച്ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു. ഇത് പ്ലാസ്മാ സ്തരവുമായിട്ട്, ഇരുവശത്തുമുള്ള പ്ലാസ്മാ സ്തരവുമായിട്ട് കൂടിച്ചേർന്ന് കോശവിഭജനം നടക്കുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് സസ്യങ്ങളിൽ സൈറ്റോകിനസിസ് അല്ലെങ്കിൽ കോശവിഭജനം നടക്കുന്നത്? പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ചെറിയ സ്തരസഞ്ചികൾ രൂപപ്പെടുകയും ഈ സ്തരസഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് അവിടെയുള്ള പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുകയും അങ്ങനെ കോശവിഭജനം സാധ്യമാകുകയും ചെയ്യുന്നു. ഓരോ മർമ്മവും ഓരോ കോശങ്ങളിലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഇവിടെയും ആ ഒരു നമ്പർ, ആദ്യത്തെ മാതൃകോശത്തിലുള്ള നമ്പർ എത്രയാണോ, ക്രോമോസോമിൻ്റെ നമ്പർ എത്രയാണോ, മാതൃകോശത്തിലെ ക്രോമോസോം നമ്പർ തന്നെയായിരിക്കും പുത്രികാ കോശങ്ങളിലും കാണപ്പെടുന്ന ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത്. വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇരട്ടിച്ച ശേഷം പകുതിയാകുന്നു. അങ്ങനെ പകുതിയാകുന്ന ഓരോ ജോഡി ക്രോമോസോമുകളും കോശവിഭജനത്തിലൂടെ ഓരോ കോശങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? മാതൃകോശങ്ങളിൽ എത്ര ജോഡി ക്രോമോസോമുകളാണുള്ളത് അത്ര ജോഡി ക്രോമോസോമുകൾ തന്നെയാണ് പുത്രികാ കോശങ്ങളിലും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ക്രോമോസോമിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നത്. ക്രോമോസോം ഒന്ന് ഇരട്ടിച്ചിട്ട് പകുതിയാകുന്നു. അത് കോശവിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓരോ കോശങ്ങളിലും ഓരോ ജോഡി ക്രോമോസോമുകളായിട്ടാണ് കാണപ്പെടുന്നത്. വ്യത്യാസം ഒന്നും തന്നെ പുത്രികാ ക്രോമോസോമുകളിൽ കാണപ്പെടുന്നില്ല. എത്ര ക്രോമോസോമുകളാണ് മാതൃകോശത്തിലുള്ളത് അത്ര തന്നെ ക്രോമോസോമുകൾ പുത്രികാ കോശങ്ങളിലും കാണപ്പെടുന്നു. ഈ ഒരു കോശവിഭജനത്തിന് പറയുന്ന പേരെന്താണ്? ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്നാണ് പറയുന്നത്. എന്താണ് ക്രമഭംഗം, മൈറ്റോസിസ്? ഒന്നുകൂടെ പറയാം. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഏതെല്ലാമാണ്? കാരിയോകിനൻസിസും സൈറ്റോകിനൻസിസും. കാരിയോകിനൻസിസ് 4 ഘട്ടത്തിലൂടെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. പ്രോഫേസിൽ ക്രൊമാറ്റിൻ ജാലിക ക്രോമോസോമായിട്ട് ഇരട്ടിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രിയോൾസ് വിഭജിച്ച് 2 ധ്രുവങ്ങളിലേക്കും മൂവ് ചെയ്യുന്നു. പ്രോഫേസിൽ നടക്കുന്ന വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. ഇനി മെറ്റാഫേസിലേക്ക് വരുമ്പോഴേക്കും മെറ്റാഫേസിൽ ക്രോമോസോമുകൾ ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിലേക്ക് സെൻട്രലി അറേഞ്ച് ചെയ്യുന്നു. ക്രൊമാറ്റിൻ ജാലിക, സെൻട്രിയോൾസിൽ നിന്നും ഉണ്ടാകുന്ന ക്രൊമാറ്റിൻ ജാലിക ക്രോമോസോമിൻ്റെ ആ ഒരു നടുക്കായിട്ട് കാണപ്പെടുന്ന സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ക്രോമോസോമിനെ കോശത്തിൻ്റെ നടുഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു. ഇനി ആനാഫേസിലേക്ക് വരുമ്പോഴേക്കും എന്താണ്? ഈ ക്രോമോസോമുകളെ സെൻട്രൽ റീജിയനിൽ നിന്നും നമ്മുടെ ക്രൊമാറ്റിൻ ജാലിക 2 ധ്രുവങ്ങളിലേക്കുമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ധ്രുവങ്ങളിലേക്ക് വലിച്ച് നീക്കുന്നു. അങ്ങനെ ടീലോഫേസിലേക്ക് എത്തുന്നു. ടീലോഫേസിലേക്ക് വരുമ്പോഴേക്കും 2 ധ്രുവങ്ങളിലേക്കും ഈക്വലായിട്ട് ക്രോമോസോം എത്തിച്ചേരുകയും അങ്ങനെ ക്രോമോസോമിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുന്നു. അങ്ങനെ കാരിയോകിനൻസിസ് ടീലോഫേസോടുകൂടി കംപ്ലീറ്റ് ആകുന്നു. എന്നാൽ ഈ ഒരു കാരിയോകിനൻസിസ് ഓടുകൂടി തന്നെ നമ്മുടെ ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. കാരിയോകിനൻസിസ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം സൈറ്റോകിനൻസിസ് അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ വിഭജനമാണ്. ഇവിടെ നടക്കുന്നത് എന്താണ്? പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ കോശസ്തരത്തിൻ്റെ സഞ്ചി ഫോം ചെയ്യുന്നു. ആ ഒരു പ്ലാന്റ്സിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്തരസഞ്ചി ഫോം ചെയ്യുന്നു. അത് സ്തരസഞ്ചി കൂടിച്ചേർന്ന് കോശഫലകം രൂപപ്പെടുകയും ഈ കോശഫലകം ഇരു ഭാഗത്തും കാണപ്പെടുന്ന പ്ലാസ്മ സ്തരവുമായി ചേരുന്നു. അങ്ങനെ കോശവിഭജനം നടക്കുന്നു. അതുപോലെ തന്നെ
ടീലോഫേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പ്ലാസ്മ സ്തരം എന്താണ് സംഭവിക്കുന്നത്? പ്ലാസ്മ സ്തരം ഉള്ളിലേക്ക് കോശത്തിന്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് കോശം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഓരോ ന്യൂക്ലിയസും ഓരോ കോശങ്ങളിലായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ കാരിയോകിനൻസിസും സൈറ്റോകിനൻസിസും കഴിയുന്നതോടുകൂടി ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായി ഉൾക്കൊള്ളേണ്ട അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു. ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശം വിഭജിക്കുന്നത്. അതിനാൽ എത്ര തവണ കോശവിഭജനം നടന്നാലും കോശത്തിലെ ക്രോമോസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? കോശത്തിലെ ക്രോമോസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല എന്നതാണ് ക്രമഭംഗത്തിന്റെ പ്രത്യേകത. കോശ വിഭജന ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു. ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശം വിഭജിക്കുന്നത്. അതിനാൽ എത്ര തവണ കോശവിഭജനം നടന്നാലും കോശത്തിലെ ക്രോമോസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല. ഇതാണ് ക്രമഭംഗത്തിന്റെ പ്രത്യേകത. ക്രമഭംഗം ഒരു നിയന്ത്രിത പ്രവർത്തനമാണ്. ഈ നിയന്ത്രിത പ്രവർത്തനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലം കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നു. ഒന്നുകൂടെ, ക്രമഭംഗം ഒരു നിയന്ത്രിത പ്രവർത്തനമാണ്. ഈ നിയന്ത്രിത പ്രവർത്തനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലം കോശം അമിതമായിട്ട് വിഭജിച്ച് ക്രമരഹിതമായിട്ട് പെരുകുന്നു. ഈ അവസ്ഥയാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പം കോശം അമിതമായിട്ട് വിഭജിക്കുകയും ക്രമരഹിതമായിട്ട് പെരുകുകയും ചെയ്യുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്യാൻസർ. കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നതും ക്രമഭംഗത്തിലൂടെയാണ്. ഒന്നുകൂടെ, കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നതും ക്രമഭംഗത്തിലൂടെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു ക്ലാസ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ബാക്കി പോർഷൻസ് കൂടെ എടുക്കാനുണ്ട്. ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. ഈ ക്രമഭംഗത്തോടു കൂടി തന്നെ ഊനഭംഗവും പഠിക്കേണ്ടതുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ച് മിക്സായി പോകണ്ട. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.